പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ ഭയാനകമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. തങ്ങൾ നൽകുന്ന ഉപാധികളൊന്നും തന്നെ US അംഗീകരിച്ചില്ല എങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത്. അമേരിക്ക അനുസരിക്കാത്ത പക്ഷം ഹോർമൂസ് കടലിടുക്ക് പോലും ഇവിടെ തുറന്നു നൽകില്ല എന്ന നിലപാട് തന്നെയാണ് ഇറാൻ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ഇതാകട്ടെ കൂടുതൽ ആശങ്കകൾക്ക് വഴിവെക്കുകയും അതേസമയം ഹോർമൂസ് കടലിടുക്കിലെ നാവിക ഉപരോധം നീക്കാൻ അമേരിക്ക തയ്യാറാകാത്തതിന് പിന്നാലെ തന്നെ ഹോർമൂസിനോട് ചേർന്നുള്ള പ്രദേശത്തെ കപ്പലുകളെ ഇറാൻ ആക്രമിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒമാൻ ഇറാൻ തീരങ്ങളോട് ചേർന്ന് 2 കപ്പലുകൾക്ക് നേരെ കഴിഞ്ഞ ദിവസമാണ് ആക്രമണമുണ്ടായത്. അതോടൊപ്പമാണ് ഇറാന്റെ താല്പര്യങ്ങളും അവകാശങ്ങളും പൂർണ്ണമായും തന്നെ അംഗീകരിച്ചാൽ മാത്രമേ അമേരിക്കയുമായുള്ള ആ ഒരു ചർച്ചയുമായി തന്നെ മുന്നോട്ട് പോകാൻ തങ്ങൾക്ക് സാധിക്കൂ എന്നതായിരുന്നു ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഹർ ഗലീബഫ് വ്യക്തമാക്കിയത്. അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം നീക്കാതെ ഹോർമൂസ് കടലിടുക്ക് പോലും തുറന്നു നൽകില്ല എന്ന ഒരു മുന്നറിയിപ്പാണ് നൽകിയത്. ഉപാധികൾ അംഗീകരിക്കാത്ത പക്ഷം നിലവിലെ വെടിനിർത്തൽ നിർദ്ദേശങ്ങളും അവിടെ പ്രസക്തമല്ലാതെ തന്നെ തുടരുമെന്നും ഇറാന്റെ നിലപാട് സ്പീക്കർ അറിയിച്ചതോടെ തന്നെ പശ്ചിമേഷ്യൻ പ്രതിസന്ധി കൂടുതൽ സങ്കീർണമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നും ഇതിലൂടെ തന്നെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ തുടങ്ങാനിരുന്ന അമേരിക്ക ഇറാൻ സമാധാന ചർച്ചയും കൂടുതൽ അനിശ്ചിതത്വത്തിലേക്ക് വഴി നീങ്ങുന്നുണ്ട്. പാകിസ്ഥാനിലെ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചിട്ടും അമേരിക്ക വെടിനിർത്തൽ നീട്ടിയത് തങ്ങളുടെ വിജയമാണ് എന്നതാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇന്നലെ രാത്രിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ നീട്ടുകയാണ് എന്ന് പ്രഖ്യാപനം നടത്തിയത്. പുതിയ തീയതി പോലും പറയാതെയാണ് ട്രംപ് വെടിനിർത്തൽ നീട്ടിയത് എന്നതിനാൽ തന്നെ ഈ ഒരു നീക്കം അതിന് വലിയ സാധ്യതയുള്ളതായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതിനിടെ സമാധാന ചർച്ച പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ലോകം. എന്നാൽ ഹോർമൂസിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നത് ആശങ്കയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്ക ഇസ്രായേൽ ബന്ധമുള്ള 2 കപ്പലുകൾ പിടിച്ചെടുത്തതും ഇറാൻ ഇവിടെ വലിയ രീതിയിൽ അവകാശവാദം ഉന്നയിച്ചാണ് രംഗത്ത് വരുന്നത്. MSC ഫ്രാൻസിസ്ക അതേപോലെ തന്നെ എമാസിയോഡ് എന്നീ കപ്പലുകളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇതാകട്ടെ വലിയ രീതിയിൽ ഹോർമൂസിലെ അമേരിക്കൻ ഉപരോധത്തെയും ഇറാൻ മാധ്യമങ്ങൾ കൂടുതലായി തന്നെ പരിഹസിക്കുന്നുണ്ട്. 34 ടാങ്കറുകൾ അമേരിക്കൻ ഉപരോധം മറികടന്നു എന്ന് ഇറാൻ മാധ്യമങ്ങൾ അവകാശപ്പെടുകയും ചെയ്യുന്നു. ഒമാൻ തീരത്ത് 15 നോട്ടിക്കൽ മൈൽ അകലെ തന്നെ അവിടെ ഗൺബോട്ടിലെത്തിയ IRGC സംഘമാണ് ചരക്ക് കപ്പലിന് നേരെ വെടിയുതിർത്തതായി തന്നെ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കപ്പലിന്റെ ബ്രിഡ്ജിന് തകരാറുണ്ട് എന്ന് UK മാരിടൈം ഏജൻസി വ്യക്തമാക്കുകയും ആർക്കും പരിക്കുകളില്ല എന്നും ഇവർ അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇറാൻ തീരത്തോട് ചേർന്നാണ് മറ്റൊരു കപ്പൽ ആക്രമിക്കപ്പെട്ടത്. കടന്നുപോകാൻ ശ്രമിച്ച കപ്പൽ വെടിവെച്ച് നിർത്തുകയായിരുന്നു എന്നതാണ് ഇപ്പോൾ IRGC വാദമുന്നയിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.